നമസ്കാരം. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി സൗദി തലസ്ഥാനമായ റിയാദിൽ നടന്ന ചർച്ചകളിൽ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറുടെ നിർദ്ദേശങ്ങൾ തള്ളിയിരിക്കുകയാണ് റഷ്യ. അതിർത്തിയിൽ നാറ്റോ സഖ്യരാജ്യങ്ങൾ പട്രോളിംഗ് നടത്തണമെന്നായിരുന്നു കീർ സ്റ്റാർമർ നിർദ്ദേശിച്ചത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് സംഘർഷം രൂക്ഷമാക്കാൻ മാത്രമേ സഹായിക്കുകയുള്ളൂ എന്നാണ് റഷ്യയിലെ വിദേശകാര്യ സഹമന്ത്രിയായ അലക്സാണ്ടർ ഗ്രുഷ്കോയും അഭിപ്രായപ്പെടുന്നത്. വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ യുക്രൈനിലേക്ക് സൈന്യത്തെ അയക്കാൻ തയ്യാറാണെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു. സൗദിയിൽ നടക്കുന്ന ചർച്ചകളിൽ റഷ്യയുടെയും അമേരിക്കയുടെയും പ്രതിനിധികൾ പങ്കെടുത്തിരുന്നു. ഈസ്റ്ററിന് മുമ്പ് യുദ്ധം ഒത്തുതീർപ്പാക്കാനാണ് അമേരിക്കയുടെ ശ്രമം. അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് മൈക്കൽ വാട്സും മധ്യപൂർവേഷ്യൻ കാര്യങ്ങൾക്കായുള്ള പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഫും സൗദിയിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുകയാണ്. വളരെ കഠിനമായ ഒരു യാത്രയുടെ തുടക്കം മാത്രമാണിതെന്നാണ് അമേരിക്കൻ പ്രതിനിധികൾ ചൂണ്ടിക്കാട്ടിയത്. ഒത്തുതീർപ്പ് ധാരണകൾ യുക്രൈനു മേൽ അടിച്ചേൽപ്പിച്ചു എന്ന ധാരണ ഉണ്ടാക്കാതിരിക്കാനാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ആഗ്രഹിക്കുന്നത്. എന്നാൽ യുക്രൈനെ സമാധാന ചർച്ചകളിൽ എന്തുകൊണ്ട് പങ്കെടുപ്പിക്കുന്നില്ല എന്ന ചോദ്യവും ഉയരുകയാണ്. അതിനിടെ അടുത്ത ബുധനാഴ്ച സൗദി അറേബ്യയിലേക്ക് നടത്താനിരുന്ന സന്ദർശനം മാറ്റിവെച്ചതായി യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കിയും അറിയിച്ചു. അതേസമയം ട്രംപും വ്ളാഡിമിർ പുടിനും എന്നാണ് നേരിട്ട് ചർച്ച നടത്തുന്നത് എന്ന കാര്യത്തിൽ ഇനിയും തീരുമാനമായിട്ടില്ല. അമേരിക്കൻ പ്രതിനിധികളുമായി നടന്ന ചർച്ച വിജയകരമായിരുന്നു എന്നാണ് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലവ്റോവ് വ്യക്തമാക്കിയത്. യുക്രൈനിൽ റഷ്യ കൈയടക്കിയ സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്ന കാര്യത്തിൽ അമേരിക്കൻ പ്രതിനിധികൾ നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. അതേസമയം റിയാദിൽ ചേർന്ന റഷ്യ ചർച്ചയെ വിമർശിച്ച് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി രംഗത്തെത്തിയിട്ടുണ്ട്. യുക്രൈനിൽ പ്രാതിനിധ്യമില്ലാതെ യുക്രൈന്റെ ഭാവിയെക്കുറിച്ച് സംസാരിക്കുന്നുവെന്ന് സെലൻസ്കി വിമർശിച്ചു. തുർക്കിയിലെ അങ്കാറയിൽ വെച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം വിമർശനം ഉന്നയിച്ചത്. തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിപ് എർദോഗാനും അദ്ദേഹത്തിനൊപ്പം വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. സമാധാനം പുലരണമെന്നുണ്ടെങ്കിൽ ഇനിയൊരു തെറ്റും ആവർത്തിക്കാതിരിക്കുകയും മധ്യസ്ഥ ചർച്ചയിൽ അമേരിക്ക, യൂറോപ്പ്, യുക്രൈൻ അടക്കമുള്ളവർ നിർബന്ധമായും ഉണ്ടാവേണ്ടതുണ്ടെന്നും സെലൻസ്കി പറഞ്ഞിരുന്നു. തുടർന്നുള്ള റഷ്യ യുക്രൈൻ സമാധാന ചർച്ച തുർക്കിയിൽ വെച്ച് നടത്താനുള്ള എല്ലാ വാഗ്ദാനങ്ങളും തുർക്കി പ്രസിഡന്റ് റജബ് ത്വയ്യിപ് വാർത്താ സമ്മേളനത്തിൽ വെച്ച് നൽകിയിരുന്നു. റഷ്യ ചർച്ചയിൽ യുക്രൈനെ പങ്കെടുപ്പിക്കാത്തതിനെ കുറിച്ച് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ ഓർമ്മിപ്പിക്കുകയും ചെയ്തിരുന്നു. യുക്രൈനെ നാണം കെടുത്തുന്ന അനേകം നിർദ്ദേശങ്ങളാണ് സൗദിയിൽ നടന്ന ചർച്ചകളിൽ ഉണ്ടായതെന്നാണ് സെലൻസ്കിയുടെ നിലപാട്.